ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ബീഫ് പെരളൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് അല്പം എണ്ണ ഒഴിക്കുക, അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അത് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരല്പം കരിയാപ്പില ചേർക്കുക. അത് കഴിഞ്ഞ് അല്പം ഉപ്പ് കൂടി ചേർത്ത് അത് വീണ്ടും നന്നായിട്ട് യോജിപ്പിക്കുക. പിന്നെ പെരളന് ചേർക്കുന്നതിന് വേണ്ടി നമുക്ക് അല്പം വെജിറ്റബിൾസ് ആവശ്യമുണ്ട്. ക്യാരറ്റ്, കിഴങ്ങ്. ക്യാരറ്റ് നല്ല ക്യൂബായിട്ട് അരിയുക, കിഴങ്ങും അതുപോലെ ഒരു ഇച്ചിരി വലിപ്പത്തിൽ അരിയുക. അതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് നമുക്ക് കുക്കറിലേക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ബീഫിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അല്പം മസാലയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിലേക്ക് മൂടി വെച്ച് വേവിക്കാം. കുക്കർ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കത് ചേർക്കാനുള്ള മസാല റെഡിയാക്കാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് അല്പം മല്ലിപ്പൊടി ഇടുക, ആവശ്യത്തിന് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല എന്നിവ ചേർത്ത് വെള്ളം ഉപയോഗിച്ച് അത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വേറൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിക്കുക. ആ എണ്ണ ചൂടായി വരുമ്പോൾ തീ സിമ്മിലിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും വെജിറ്റബിൾസും എല്ലാം കൂടെ നമുക്ക് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് അവിടെ കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് കുക്കറിൽ വെച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലെടുക്കുന്ന പ്രോസസ്സ് ചെയ്യണം. അതിനായിട്ട് ആവശ്യത്തിന് ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിന് ഞാനിവിടെ ഒരു ഫുൾ തേങ്ങ, ഒരു മീഡിയം സൈസ് ഫുൾ തേങ്ങ എടുത്തു. അത് നന്നായിട്ട് അരച്ച് പിഴിഞ്ഞ് 1-ാം പാലും 2-ാം പാലും എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ബീഫ് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് അല്പം 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാലിൽ അത് കുറേ നേരം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് 1-ാം പാൽ ഒഴിച്ച് തീ കുറച്ച് തിളയ്ക്കുന്നതിന് മുമ്പ് അത് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് അല്പം മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തിൽ ഒരല്പം എണ്ണയൊഴിച്ച് താളിപ്പിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. എണ്ണയൊഴിക്കുക. എണ്ണയിലേക്ക് അല്പം ചെറുള്ളി, കറിവേപ്പില, കടുക്, ഉണക്കമുളക് എന്നിവ ചേർത്ത് താളിപ്പ് ചേർത്ത് താളിപ്പ് മൂത്തതിന് ശേഷം നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നമ്മുടെ ബീഫ് പെരളൻ തയ്യാറായി. അതിനുശേഷം ഞങ്ങളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ആഡ് ചെയ്യും. അല്പം പുളിക്ക് വേണ്ടി ഒരല്പം ഇത് ആഡ് ചെയ്ത് കൊടുക്കുക, വിനാഗിരി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.